നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹെൽത്തി ബ്രസ്റ്റിന് ഒരു ബ്രസ്റ്റ് സാഗിങ് സംഭവിക്കാതെ ലിഫ്റ്റ് ചെയ്ത് പ്രോപ്പർ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ, എന്തൊക്കെ ഫുഡിൽ ചെയ്യാം, എന്തൊക്കെ എക്സസൈസസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഹെൽത്തി ബ്രസ്റ്റിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള കുട്ടി കുട്ടി എക്സസൈസുകൾ, പെട്ടെന്ന് തീർന്നു കിട്ടും, ഈസി എക്സസൈസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് മുൻപായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തൊക്കെ ഫുഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അത് മാത്രമേ പറയുന്നുള്ളൂ. എക്സസൈസ് തുടങ്ങുമ്പോൾ വാമപ്പ് ചെയ്തതിന് ശേഷം എക്സസൈസിലോട്ട് കിടക്കുക, സ്ട്രെച്ചിങ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ ആണല്ലോ? സോ ഒരു ഹെൽത്തി ബ്രസ്റ്റിന് എന്തൊക്കെ ചെയ്യണം അത് ഡീറ്റെയിൽ ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ഒരു ബ്രസ്റ്റ് സാഗിങ് സംഭവിക്കുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? ഒന്ന്, ഏജ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയതായിട്ട് സാഗിങ് സംഭവിക്കാം. രണ്ട്, പ്രഗ്നൻസി ടൈം പീരീഡിൽ ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് സാഗിങ് സംഭവിക്കാം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാം. ഹോർമോൺ ഇംബാലൻസസ് ഉള്ള ബോഡിയിലാണെങ്കിലും ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടുകയോ കുറയുകയോ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്നവർക്കാണ് അത് നമ്മുടെ ഇടയിൽ പെടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ്, പ്രോപ്പർ ഷേപ്പ്, ഭംഗിയൊക്കെ നഷ്ടപ്പെടുക. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്ന്, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക. രണ്ടാമത്തത്, എക്സസൈസ് ചെയ്യുക. ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എക്സസൈസിലൂടെ ഒരു 60% നമുക്ക് ഇതിൻ്റെ ഷേപ്പ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു 40% അതിൽ കൂടുതലൊക്കെ ആയിട്ട് നമുക്ക് ഭക്ഷണത്തിലൂടെയും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മളുടെ ഡയറ്റ് തന്നെ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക. ഹെൽത്തി ഫാറ്റ്സ്, അതായത് ദിവസേന നട്ട്സ് കഴിക്കുക. ദാറ്റ്സ് ഇറ്റ്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, എന്നും ചിക്കനോ നല്ല ഫിഷോ അല്ലെങ്കിൽ ഇതുപോലെ ചിക്ക് പീസ് സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ദിവസേന, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോയ പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ത്രീകൾ എന്നും കുളിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക. ലൈക്ക് എവിടെയെങ്കിലും ലംസ് ഉണ്ടോ, ഏതെങ്കിലും കളർ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഓക്കെ, അത് നമ്മുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എക്സസൈസിലോട്ട് കിടക്കുക. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ബ്രസ്റ്റിൻ്റെ ഷേപ്പ് വ്യത്യാസം സംഭവിക്കുന്നതിന് വേറൊരു കാരണം കൂടി പറയാനുണ്ട്. അത് ബ്രായാണ്. എപ്പോഴും വൈഡ് സ്ട്രാപ്പുള്ള കോട്ടൺ ബ്രാ ഉപയോഗിക്കുക. ക്ലിയറായിട്ട് മനസ്സിലായല്ലോ? സ്ട്രാപ്പിന് വീതി ഉണ്ടായിരിക്കണം, കോട്ടൺ ആയിരിക്കണം ബ്ര. ഇത് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് തന്നെ അഡ്വൈസ് ചെയ്തത് എൻ്റെ ഡോക്ടറാണ്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് ചെറിയ ചെറിയ ഫാറ്റ് ടിഷ്യൂസ് കൊണ്ടാണ് നമ്മുടെ ബ്രസ്റ്റ് മോൾഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഷേപ്പിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാറ്റ് നഷ്ടപ്പെടുമ്പോൾ, ബോഡിയിലെ ഫാറ്റ് നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടത്തെയും ഫാറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ വെയിറ്റ് കുറയ്ക്കുമ്പോൾ എപ്പോഴും സ്ട്രക്ചർ പെർഫെക്റ്റ് ആക്കി വെച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനും അതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ടുള്ള ബ്രാ ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് നഷ്ടപ്പെടണം എന്ന ആഗ്രഹമില്ലെങ്കിൽ. ഓക്കെ, വർക്കൗട്ടിലോട്ട് കിടക്കാം. ആദ്യത്തെ വർക്കൗട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 4-5 വർക്കൗട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. റിപ്പീറ്റേഷനും കുറവാണ്. ഓക്കെ, ഇത് 50 റിപ്പീറ്റേഷനാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5. ഓക്കെ, ഈ സൈഡും അതുപോലെ തന്നെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. അത്രയേ ഉള്ളൂ. അത്യാവശ്യം കൈ വേദനിക്കുന്ന എക്സസൈസ് സെറ്റാണ്. ബട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് 25 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസാണ്. ഡംബൽസിന് പകരം 1/2 ലിറ്റർ വെള്ളം നിറച്ച ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ദാറ്റ്സ് ഇറ്റ്. 25 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. ഇതിൻ്റെ തന്നെ കുറച്ച് ഈസി വേർഷൻ അതാണ് അടുത്തത്. അതും 25 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ബാക്കിലോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഇത് ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ഇനി ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കുനിഞ്ഞ് നിന്നുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസ്, പക്ഷേ ഇതും 50 റിപ്പീറ്റേഷനാണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്തതൊരു വെരി സിമ്പിൾ എക്സസൈസ് ആണ്. വെരി സിമ്പിൾ. ഓക്കെ, ബാക്കിലോട്ടാണ് കൈകൾ പോകേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2,
1. ട്രസ്റ്റ് മീ, വിത്തിൻ 5 ഡേയ്സിൽ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രസ്റ്റ് സാഗിങ് മാറ്റിയെടുക്കാൻ സാധിക്കും. വിത്തിൻ 5 ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, 5 ദിവസം ഈ സെറ്റ് ഓഫ് വർക്കൗട്ട്. ഓക്കെ, അടുത്ത എക്സസൈസ് അതും വളരെ ഈസി ആയിട്ടുള്ള ഒരൊറ്റ എക്സസൈസോടുകൂടി ഇത് തീരുവാണ് കേട്ടോ. സോ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഫ്ലോറിൽ മുട്ടുകുത്തി നിന്നിട്ടാണ് ഫ്ലോറിൽ ഇങ്ങനെ ലിപ്പ് ടച്ച് ചെയ്യുന്നത് പോലെ, നോ നീഡ് ടു ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9. സാഗിങ് കുറയ്ക്കാനാണ്, വലിപ്പം കുറയ്ക്കാനില്ല കേട്ടോ. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രസ്റ്റ് സാഗിങ് വർക്കൗട്ട് കൂടി നമ്മളിതിൻ്റെ കൂടെ ചെയ്തു വെച്ചു. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കുറേ അതിൽ സീരീസസ് ചെയ്യുന്നു, സീരീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സാഗിങ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ചിലരിലെങ്കിലും. വെയിറ്റ് കുറയുമല്ലേ, അപ്പോൾ സാഗിങ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ സാഗിങ് സംഭവിക്കുന്നവർക്ക് ബ്രസ്റ്റ് ലിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്തത്. കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം ചെയ്ത് നോക്കൂ, റിസൾട്ട് എന്താണെന്ന് ഇതിന് താഴെ വന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, ഏപ്രിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് ഇടേണ്ടത്. ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. ലവ് യു.